ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷാൻസ് വ്ലോഗ്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി പുഡിംഗ് റെസിപ്പി ആയിട്ടാണ്. ടെൻഡർ കോക്കനട്ട് പുഡിംഗ്. അപ്പോൾ നമുക്ക് ഇളനീർ കൊണ്ട് പെട്ടെന്ന് നമ്മുടെ വീട്ടിൽ തന്നെ ചൈന ഗ്രാസും ജലാറ്റില്ലെങ്കിലും പെട്ടെന്ന് ഒരു പുഡിംഗ് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അതെങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കിയിട്ട് വരാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഈ ഒരു പുഡിങ് ഇങ്ങനെ തയ്യാറാക്കിയെടുക്കുന്നത് നോക്കിയിട്ട് വരാം. അതുപോലെ ഈ ഒരു പുഡിങ് ചൈന ഗ്രാസും ജലാറ്റിനൊന്നും ഉപയോഗിച്ചിട്ടല്ല ചെയ്യുന്നത്. കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാവുന്ന റെസിപ്പിയാണിത്. വീഡിയോയിലേക്ക് പോകാം. ഈ ഒരു പുഡിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ ഇളനീർ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് മിക്സി ജാറിലിട്ടിട്ട് അരച്ചെടുക്കണം. ഫൈനായിട്ട് അരിയൊന്നും വേണ്ട, ചെറുങ്ങനൊന്ന് അരച്ചെടുത്താൽ മതി. ഒരുപാട് വെള്ളമൊന്നും ഒഴിക്കരുത്, ഈ ഒരു ഇളനീര് വെള്ളം മാത്രം മതിയാവും. ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പുഡിംഗ് തയ്യാറാക്കാം. അപ്പം ഗ്യാസ് സ്റ്റോപ്പിൽ ഒരു സോസ് പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ 1.5 കപ്പ് പാലാണ് ഈ ഒരു പുഡിംഗ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ ജസ്റ്റ് അത് നന്നായി ഒന്ന് തിളച്ച് വരണം. അപ്പോൾ അതിലേക്ക് ഒരു 1/4 കപ്പ് പഞ്ചസാരയും കൂടി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് പഞ്ചസാര കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. മധുരത്തിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കാം നമുക്ക്. പഞ്ചസാര കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. വാനില എസൻസാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഏലക്കായ്പ്പൊടിയോ എന്ത് വേണമെങ്കിലും നമുക്ക് ഓരോരുത്തർക്ക് ഇഷ്ടം അനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതിലേക്ക് അരച്ച് വെച്ച ഇളനീർ ചേർത്ത് കൊടുക്കാം. നന്നായി ഒന്ന് മിക്സാക്കി കൊടുക്കാം. അപ്പോൾ ഈ ഒരു പുഡിങ്ങിലേക്ക് നമ്മൾ ചൈന ഗ്രാസ് ജലാറ്റിനോ ഒന്നുമല്ല ചേർക്കുന്നത്, കോൺഫ്ലവർ ആണ്. അപ്പം ഒരു 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ അല്പം പാലിൽ മിക്സാക്കി എടുത്തിട്ടുണ്ട്. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ ഒരു പാലിൻ്റെ മിക്സിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ നമ്മൾ മിക്സ് ചെയ്യാതിരിക്കരുത്, മിക്സ് ചെയ്ത് കൊണ്ടേയിരിക്കുക. ഇതായി ഒന്ന് കട്ടിയാകുമ്പോൾ നമുക്ക് ഇത് ഒഴിച്ച് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് തീ ഓഫ് ചെയ്ത് ഇതിൻ്റെ പുഡിംഗ് ട്രേയിലേക്ക് മാറ്റാം. ഇനി പുഡിംഗ് ട്രേയിലേക്ക് ഇത് ഒഴിച്ച് കൊടുക്കാം. ഇത് ഇനി നന്നായി ഒന്ന് ചൂടാറിയതിന് ശേഷം വേണം നമ്മളിത് ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞ് ഒരു 3-4 മണിക്കൂറോളം ഫ്രിഡ്ജിൽ വെച്ചൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. പുഡിംഗ് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഇഷ്ടമുള്ള രീതിയിൽ എല്ലാവർക്കും എങ്ങനെ വേണമെങ്കിലും ചെയ്തെടുക്കാം. അപ്പം ഞാനിപ്പം അല്പം ചെറീസും അതുപോലെ കുറച്ച് ഉറുമാനും എടുത്ത് ആണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്തെടുക്കാം. പുഡിംഗ് നന്നായി സെറ്റായി വന്നിട്ടുണ്ട്. ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം. പുഡിംഗ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല സെറ്റായിട്ടുണ്ട് നമ്മുടെ പുഡിംഗ്. കോൺഫ്ലവർ കൊണ്ടും നമുക്ക് ഇതുപോലെ പുഡിംഗ് ചെയ്യാൻ പറ്റും. അപ്പോൾ കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതാണ് നല്ലത്. ചൈന ഗ്രാസും ജലാറ്റിനൊന്നും കുട്ടികൾക്ക് അത്ര നല്ലതല്ല. അതുപോലെ കോൺഫ്ലവർ വെച്ചിട്ട് പെട്ടെന്ന് തന്നെ ഇളനീർ പുഡിങ്ങും ഏത് പുഡിംഗ് ആണെങ്കിലും നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. പുഡിംഗ് നല്ല സെറ്റായിട്ടുണ്ട്. പുഡിംഗ് നല്ല ടേസ്റ്റ് ഉണ്ട്. അതുപോലെ പെട്ടെന്ന് തന്നെ നമുക്ക് കോൺഫ്ലവർ വെച്ച് പുഡിംഗ് ചെയ്തെടുക്കാം. എല്ലാവരും ഈ ഒരു റെസിപ്പി ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക,